ഇന്ത്യയിൽ മൊത്തം കച്ചവടത്തിന് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളാ ഈ പി സി ജോർജിന്റെ കാര്യങ്ങൾ കേരളത്തിലുള്ള ഓരോ വീടുകളിൽ പോകുമ്പോഴും കടകളിൽ പോകുമ്പോഴും ഞങ്ങളുടെ നാട്ടുകാരനാ, നല്ല മനുഷ്യരാണ്, ഞങ്ങൾക്ക് എന്നാ ഉപകാരങ്ങൾ വേണേൽ കിട്ടുന്ന ആളാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ജോർജിന് എങ്ങനെയാന്ന് ചോദിച്ചാൽ വർഗീയത ഉണ്ടാക്കി പുള്ളിക്കാരനെ ജയിക്കണം, ഇല്ലേ പുള്ളിക്കാരൻ പിടിക്കുന്നത് ജയിക്കണം. ഞങ്ങൾ ഇന്ന് സ്നേഹിക്കുന്ന ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഈ ലോകത്തുള്ള മനുഷ്യരിൽ മൊത്തം നല്ല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓർത്ത് ഞങ്ങൾ ഈരാറ്റോടക്കാരൻ ക്ഷമിക്കുകയാണ്, മനസ്സിലായോ? വളരെ ക്ഷമയും ദയവുള്ളവരാണ് പേട്ടക്കാരൻ മുസ്ലിങ്ങൾ. പിന്നിൽ ആരെങ്കിലും അഭിജയിപ്പിക്കാറുണ്ട്. 80 കാലങ്ങളിൽ ഞങ്ങൾ ജോർജിനെ ഇവിടെ കൈ കൊണ്ടു നടന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് 22,700 വോട്ടിന് ജയിച്ച പാർട്ടിയാണ്. എന്ത് പോയാലും അവിടെ സാധിച്ചു കിട്ടുമായിരുന്നു. ഇവിടെ ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ തീവ്രവാദം എന്ന് പറയുന്നത്. ബാക്കിയുള്ളിടത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഈരാറ്റുപേട്ടയിലല്ലോ തീവ്രവാദ വോട്ട് ഉണ്ടെങ്കിൽ ആ വോട്ടുണ്ടല്ലോ അദ്ദേഹം ജയിച്ചത്. ടിപ്പിക്കാരുടെ 16,000 വോട്ട് കൊണ്ട് പുള്ളിയെ ഒരു വീട്ടിലൊരു വിരുന്ന് വെച്ച ഓടിയെത്തുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ അതുപോലെ സ്വീകരിച്ചിരുന്നത്. രാജാവായിട്ട് ജീവിക്കായിരുന്നു. അദ്ദേഹം അത് കളഞ്ഞു. ആറ് കുഴപ്പമോ ഞങ്ങളെ കുറ്റം വീട്ടിലിരുത്തണം എന്ന് പറഞ്ഞാൽ ഇനിയും ഇരുത്തും. അതോടുകൂടി ആ രാഷ്ട്രീയം തീർന്നു. പുള്ളിയുടെ മകന്റെ രാഷ്ട്രീയം തീർന്നു. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇന്നേ കാലം വരെ ഒരു പാർട്ടിക്കാരനെ മുസ്ലിമിന് വേണ്ടി വോട്ടും ചെയ്യുന്നില്ല. ഞങ്ങൾ എന്ന് വോട്ട് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കായി. ഞങ്ങൾ ജാതിയോ മതമോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. പാർട്ടി നോക്കുന്നു, വോട്ട് ചെയ്യുന്നു. പുള്ളിയുടെ രാഷ്ട്രീയമായി പുള്ളി തന്നെ തൊലച്ചു കളഞ്ഞു. 1980 കാലം മുതൽ പുള്ളി വികസനം ചെയ്തു. കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു ടി വി എബ്രാഹിം, ഇദ്ദേഹം കൂടെ. ആ ടി വി എബ്രാഹിമത്തിനെ ഓടിച്ചു വിട്ട് പുള്ളി ഒരാളെ വളർത്തുകയല്ല. ഈ ഞങ്ങളുടെ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിക്കുക. വേറെ ഏതെങ്കിലും പാർട്ടി വരട്ടെ. കേരളമല്ല ഇത്. ഇനിയുള്ള കാലങ്ങളിൽ വർഗീയത ഉണ്ടായാലും എല്ലാവരും നല്ലപോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേര് പറയുന്ന നമ്മളെ കമ്പനിക്കാരനായിരുന്നു തോന്നുന്നല്ല. ഒരു മനുഷ്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ ആരും മതങ്ങൾ കെട്ടടപ്പോടുകൂടി വന്നാൽ ഒരുമിച്ച് നിൽക്കുമെന്നുള്ള അയാൾക്ക് അറിയാവുന്നതാണ്. അയാൾ സെമിറ്റിക് മതത്തിൽപ്പെട്ട ആളാണ്, ക്രിസ്ത്യാനിയാണ്. ഏതൊക്കെയുണ്ട്. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ മറ്റുള്ള മതങ്ങളെക്കാൾ പെട്ടെന്ന് ഒരുമിച്ചാൽ ആൾക്കാർ ഒരുമിക്കും എന്നുള്ളത് അയാൾക്ക് നല്ലതുപോലെ രാഷ്ട്രീയ ബോധമുള്ളവനാണ്. ഏത് ദിവസത്തിനോട് പിടിച്ച് കാര്യം പറയാനും കാര്യം സാധിച്ചു തരാനും മികച്ചൊരു ഭരണാധികാരി, മികച്ചൊരു MLA ആയിരുന്നു. അയാൾ കാര്യങ്ങൾ ചെയ്യാൻ ഈ 30 വർഷം അയാൾക്ക് ഇന്ന് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ ചെയ്യാനുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ മുന്നണിയിലൊന്നും ഇല്ലാത്തപ്പോൾ ആകപ്പാടെ സമനില തെറ്റിയ ജീവിതത്തിലാണ്. പഴയ പി സി ജോർജ് തിരിച്ചു കിട്ടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്.